എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇതൊരു വെകിളി പിടിച്ചൊരു കാര്യം പറയാനാണ് വന്നത്. വെകിളി പിടിച്ചൊരു പെണ്ണിൻ്റെ വെകിളി പിടിച്ച സ്വഭാവത്തിൻ്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. മറ്റാരുമില്ല, രേണുസുതി. എല്ലാത്തിൻ്റെയും മൂലക്കല്ല്, മൂലാധാരം എന്ന് പറയുന്നത് ഈ പെണ്ണുമ്പളെ. അസുഖം ബാധിക്കുന്നിടം വരെ, അല്ലെങ്കിൽ അസുഖബാധിതയാണെന്ന് അറിയുന്നിടം വരെ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെ തിമിർത്ത ആട്ടി ചീത്ത വിളിച്ച് ആട്ടി തുപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങ് പകുതി മുക്കാൽ ആൾക്കാരങ്ങ് വെറുത്തു പോയി സ്ത്രീയത്. ഈ ഞാൻ ഉൾപ്പെടെ സത്യം പറയാം, വെറുത്തു പോയി സ്ത്രീയെ. അസുഖം വന്നു, ആശുപത്രിയിൽ പോയി, കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മുടിയെല്ലാം മുറിച്ച് ആകെപ്പാടെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. കണ്ടു കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കരിയിൽ പറക്കണ പോലെ പറന്നു പോയി. സത്യം പറഞ്ഞു, എനിക്ക് പിന്നെ ദേഷ്യം തോന്നിയില്ല. പാവം, അതിനപ്പുറമൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ദൈവത്തിനോട്, കാരണം ഞാൻ നേഴ്സ് ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ മരുന്നൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആളുടെ വേദനയൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച, ദൈവമേ എത്രയും പെട്ടെന്ന് ഇതൊക്കെ രോഗത്തിൽ നിന്ന് മുക്തി കൊടുക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അസുഖത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി പുള്ളിക്കാരി പഴയ ആക്റ്റീവ് ആവട്ടെ. എത്ര നാൾ ഓടിച്ചാടി നടന്നൊരു പെണ്ണല്ലേ. അപ്പോൾ ദേ വരുന്നു അടുത്ത കോലിൽക്കം കൊണ്ട്. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു വരില്ല. വിവാദമാക്കാൻ പറഞ്ഞാൽ അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കും. എൻ്റെ ഉറപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പേരോട് ചോദിച്ചു വന്നോ കിച്ചു ഇല്ല വന്നിട്ട്. പക്ഷേ കിച്ചു എന്നെ കാണാൻ വന്നില്ല, എന്നെ കിച്ചു വിളിച്ചില്ല. സത്യം പറയാമല്ലോ, ആ ചെറുക്കനൊന്ന് രക്ഷപ്പെട്ട് വരുന്നതിൽ ഇത്രയും കുശുമും കണ്ണുകടിയുള്ളൊരു പെണ്ണും പിള്ള വേറെ ഇല്ല. കാരണം പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ അമ്മയാണ്, വാങ്ങാത്തൊരു കോപ്പ നീ അമ്മ. ഒരമ്മമാരും ചെയ്യാതെ തെമ്മാടത്തിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഏതമ്മയാണ് സ്വന്തം മകൻ വിളിച്ചില്ല എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ വന്നിട്ട് ബ്ലബ്ല വെക്കുന്നത്? അതും പോരാഞ്ഞിട്ട് നാട്ടുകാരെ വക ആ ചെറുക്കനെ പൊങ്കാല. കുഞ്ഞാവയൊന്നുമല്ല കിച്ചു, വിളിക്കാമായിരുന്നു. പക്ഷെ അവനെ സംബന്ധിച്ചോളം അവനും ഇവരോടുള്ള മാനസികമായ ഒരു അകൽച്ച അതൊക്കെയാണ് വിളിക്കാതിരുന്നത്. അല്ലെങ്കിൽ താൻ വീണ്ടും പോയി ഒരു വിവാഹത്തിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, മേ ബി. പക്ഷെ എന്തുമായിക്കോട്ടെ, ഇവിടെ അമ്മ 40 തൊട്ട് 40 തൊട്ടും പറയുന്ന കാര്യമാണ്. 11 വയസ്സ് മുതൽ ഞാൻ നോക്കി, ഞാൻ അമ്മയാണ്, ഞാൻ അമ്മയാണ്. അവനെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ നോക്കി. നീ അമ്മയാണ്, നീ അങ്ങനെ 11 വയസ്സ് മുതൽ നീ അവനെ നോക്കിയതാണെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? വിളിച്ചു പറയാം, കിച്ചു മോനെ, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിൽ അവശം നിലയിൽ നിൽക്കുകയല്ലേ, എന്താ കൊച്ചേ നീ ഒന്ന് എന്നെ വിളിക്കാഞ്ഞേ, അല്ലെ എന്നെ കാണാൻ വരാഞ്ഞേ, അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ല, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാം, അല്ലെങ്കിൽ അത് വിട്ടേരി മോനെ, ഞാൻ നീ അവസ്ഥയിലാവുമ്പോൾ നീയല്ലേ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് തീരുന്ന കാര്യമേ ഉള്ളൂ അവിടെ. അത് ഈ പെണ്ണുമ്പിളോട് പറ്റത്തില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇതെല്ലാം പൊക്കി പിടിച്ച് കൊണ്ട് സോഷ്യൽ മീഡിയ കൊണ്ട് അങ്ങ് പോസ്റ്റ്. ഇതങ്ങോട്ട് പോസ്റ്റിൻ്റെ താമസം കുറേ എണ്ണം കിച്ചുവിൻ്റെ പുറകെ ഒറ്റപ്പോക്ക്. അവിടെ ചെന്ന ചിലൻ്റെ കമൻറ്റ് ബോക്സ് കയറി നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ പോലും ചെവുത്തിപ്പോവും. അതിൽ തെറിവിളിയും വെക്കും. ആരായാലും ദേഷ്യം വരാതിരിക്കും. അപ്പം എങ്കിൽ ശരി, എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരിട്ട് ഞാൻ പോയി കണ്ടേക്കാം. അതിനും വന്നു അടുത്ത. അപ്പോൾ ഈ പറയുന്നവർ അവിടെ കിടന്ന് ബ്ലാ പറയുകയാണ്. അവരാരും വിചാരിക്കുന്നില്ല ഈ ചെറുക്കൻ്റെ മാനസികാവസ്ഥ, ചെറുക്കൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇവൻ അനുഭവിച്ച വിഷമങ്ങൾ ഇതൊന്നും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ അനുഭവിച്ചവർക്ക് മനസ്സിലാവും കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം പക്ഷേ ഞാൻ പോയേക്കാം. തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. അപ്പം തന്നെ വേറെ തന്നെ കുരുപൊട്ടി. അവൻ വന്ന് അമ്മയുടെ സ്നേഹം അറിയത്തില്ലെന്നോ അച്ഛൻ്റെ സ്നേഹം അറിയത്തില്ലെന്നോ എനിക്കറിയത്തില്ല. അവൻ എന്തിൻ്റെ സൂക്കേടായിരുന്നു. അവൻ വന്ന് ക്ലീ ക്ലൂക്കെന്നും പറഞ്ഞ് കുറേ ഡയലോഗ്. അപ്പം ഇത് തന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളിട്ടാണല്ലോ, അവൾ അതും കൊണ്ടൊന്ന് സ്റ്റോറി ആയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും. ഇത് കണ്ട കിച്ചുവിന് പിന്നെയും പൊട്ടി. അപ്പോൾ അവനെന്ത് ചെയ്തു, എന്തുകൊണ്ട് താൻ തള്ളയുമായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മ എന്ന് പറയുന്ന രേണുമായിട്ട് പിരിഞ്ഞു, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി, അല്ലെങ്കിൽ മിണ്ടാണ്ടായി, എന്തുകൊണ്ടാണെന്നുള്ള കാരണം അവനങ്ങ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ കാണിച്ചിടക്കാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും, ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അതിന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല, ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു വെച്ചാൽ. സോ ഇത്രയും വൾഗാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ അത് ഋതപ്പനെ ബാധിക്കും. ഋതപ്പൻ കൊച്ചാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, അവൻ്റെ കൂട്ടുകാർ ഇത് കാണുന്നതാണ്, മോശമാണെന്ന് പറഞ്ഞപ്പം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അപ്പം നിന്നെയും ബാധിക്കുന്ന കാര്യമില്ല, കാരണം എനിക്കത് 2-3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഇതിൽ കൂടുതൽ ചെറുക്കൻ എന്തോ ചെയ്യേണ്ടത്? അവനെന്തോ ചെയ്യേണ്ടത്? ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ നിർത്തിയതാണെന്ന് അവൻ അന്തസ്സായിട്ട് വന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പം പെണ്ണും പിള്ളേക്ക് അങ്ങ് കൊളുത്തി. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുതിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ടെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ അതല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി
ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണ് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. ഒരു മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുൽ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുക്കുന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ട മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സാർ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, വുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാം 150. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ്ട് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയത്, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വരും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ നിനക്ക് ഇനിയെങ്കിലും. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ വരെ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ അത് കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള നിന്നെ ഇട്ടിട്ട് പോയ തൊട്ട് 1.5 വയസ്സിലൊക്കെ ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്ന ലഭിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞങ്ങൾക്കൊരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുവിച്ചു കിച്ചു, എന്നെ വെറുതെ വിടും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ കിച്ചു. നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുൽ കിച്ചു. ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേന്ന് കുഴപ്പമില്ല. എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല. എന്നെ ഉപദ്രവിക്കാൻ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് അമ്മ പറയാം. എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല. കിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക. എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലെങ്കിലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ. എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ? എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല.
അമ്മയ്ക്ക് പറയാണ്ട് ഒരുപാട് കാര്യങ്ങൾ തെളിവ് സഹിതം കാര്യങ്ങളൊക്കെ ഇപ്പം മോൻ സ്നേഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകൾക്കും. മോൻ്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ചേട്ടൻ അളിയൻ്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ അച്ഛൻ്റെ മോൻ്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്ത് വിടത്തില്ല മോനെ, ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസത്തിൽ വെച്ച് എന്നെ ഹേപ്പിച്ചപ്പോൾ ആരുമില്ലായിരുന്നു മോനെ. മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പത്തെ ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരും ഇല്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിരിച്ചു. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കരുത്. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ല, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു, ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൂടെ കിച്ചു എന്നെ കൂടെ ഇത് പറയത്തില്ല. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. എന്നെ നീ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട. ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടി തന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ കിടക്കുന്ന പോലുള്ള പാട്ടും ബുദ്ധമൊക്കെ ഇട്ട പെണ്ണുമ്പിള്ള ചട്ടക്കൊട്ട ഞാൻ മുട്ട എഴുന്നേറ്റ്. അത് കണ്ട സത്യമായിട്ടും പറയില്ല, വേണുവിന് അസുഖമുണ്ടെന്ന് പറയില്ല. അമ്മാതിരി നീളം അവളുടെ നാക്കിന്. അപ്പോൾ അവളെന്ത് ചെയ്തു? അതെ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് എൻ്റെ മോൻ പറയണമായിരുന്നു. ഇപ്പം നിർത്തിയാനായിരുന്നു. ആ ഒരു ചാറ്റും കാണിച്ചു. ആ ചാറ്റിൽ അവൾ തന്നെ പറയുന്നുണ്ട്, 500 സബ്ബായി മോനെ, ഞാൻ പുതിയ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, 500 പേരായി, 180 50 അത്രയും രൂപയാണ് ഞാൻ ഈടാക്കുന്നതെന്ന്. അപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞു. ഇടയിൽ തുടങ്ങി 500 സബ് ആയി കഴിഞ്ഞ ശേഷം ചെറുക്കനോട് പറഞ്ഞത് ഞാൻ തുടങ്ങി എന്നുള്ളത്. ആ ചെറുക്കൻ എന്താ പറയുന്നത്? അയ്യോ അമ്മ വേണ്ടെന്നോ, സബ് വേണ്ടെന്ന് പറയൂ, ഇവിടെ കേൾക്കൂ. ഇവിടെ ആ ചെറുക്കൻ്റെ ഒപ്പീനിയൻ ആവശ്യമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേയും? സബ് തുടങ്ങുന്നതിന് മുമ്പേ ആ ചെറുക്കനോട് ചോദിച്ചേനേയും, മോനെ ഞാനൊരു പ്ലാനുണ്ട് തുടങ്ങട്ടെ എന്ന്. അവൻ പറഞ്ഞേനെ, അമ്മ തുടങ്ങിക്കൂ, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞേനെ. ഇതൊന്നും പറയാതെ സ്വന്തം ഇഷ്ടത്തിന് ഒന്നും തോന്നിയാസിന് പോയി സബും തുടങ്ങിയിട്ട് അവനോട് പറഞ്ഞായിരുന്നു. എന്നിട്ട് അവനോട് 150 ചോദിച്ചു, താ എന്ന് പറഞ്ഞു. എടാ മോനാന്ന് പറഞ്ഞല്ലോ നീ കൊണ്ടു കിടന്നേ. അപ്പോൾ 150 ചോദിച്ചുള്ളൂ, അല്ല 1,50,000 ഒന്നും ചോദിച്ചില്ലല്ലോ. കഷ്ടം. റീചാർജ് പോലും ഈ 150 കൊണ്ട് നടത്തിയല്ലോ. മൊബൈൽ റീചാർജ് ചെയ്യാൻ 199 രൂപ അത്രയും ഒന്നുകൊണ്ട് വേണം, ജിയോടെ ചെയ്യാൻ തന്നെ. അപ്പോൾ എനിക്കതാ മനസ്സിലാകാത്തത്. അതും കഴിഞ്ഞിട്ട് അടുത്ത ഭീഷണിയാണ് എന്നുകൂടി, അടുത്ത സോഷ്യൽ മീഡിയ വഴി ഭീഷണിയാണ്. നീ ആരാണെന്ന് ഇനി നീ നിർത്തിക്ക് ഇവിടെ വെച്ച്, അല്ലെങ്കിൽ ഞാൻ എല്ലാം പബ്ലിഷ് ചെയ്യും. നിനക്ക് അവിടെ കേസുണ്ട്, ഇവിടെ കേസുണ്ട്, നിനക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇന്നത്തെ പോലെ അല്ല. ഇന്നത്തെ കിച്ചു ആയിരുന്നില്ല നേരത്തെ കിച്ചു. നീ അങ്ങനെ പറഞ്ഞത് അതിൻ്റെ റെക്കോർഡ്, നീ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ റെക്കോർഡ്, നീ ചാറ്റ് ചെയ്ത റെക്കോർഡ്, മറ്റൊരു റെക്കോർഡ്, മറിച്ചത്തെ റെക്കോർഡ്, നിൻ്റെ രഹസ്യങ്ങൾ എനിക്കറിയാം. ഓപ്പറയും ദേഷ്യം വരുന്നു. ഭീഷണിയാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുക, ഇവൾക്ക് അസുഖം വന്ന് അസുഖബാധിതയായി ആശുപത്രിയിലായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫെയിം ഒന്ന് കുറഞ്ഞു. ചെറുതായിട്ടല്ല, നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പുറത്ത് കിച്ചു വരുമാനം കൂടാൻ തുടങ്ങി, അവന് ഫെയിമായി തുടങ്ങി, അവൻ ഇനോഗ്രേഷൻ ആയി തുടങ്ങി. സഹിച്ചില്ല ഈ അമ്മ എന്ന് പറഞ്ഞാൽ, ഈ പെണ്ണുപിള്ളയ്ക്ക് സഹിച്ചില്ല. കുശുമ്പ് പോലെ ഒന്നാന്തര കുശുമ്പ്. അതാണ് ആ ചെറുക്കനിട്ട് കൊടുത്ത പണി. 8ൻ്റെ പണിയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അല്ല, ആ ചെറുക്കൻ ഞാനെങ്ങാണം ചത്ത് മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ കൊച്ച് അവൻ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അതെൻ്റെ ഋതപ്പനെ, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഈ പെണ്ണുപിള്ളക്കില്ല. പകരം അവനങ്ങനെ സൂക്ഷിക്കേണ്ട, അവന് പുതിയ ഇനോഗ്രേഷൻ, ഞാനൊന്ന് വീണപ്പോൾ അവനെ കിട്ടി പുതിയത്, ഈ ചിന്ത വെച്ചുകൊണ്ടാണ് ആ കൊച്ചിനിട്ട് 8ൻ്റെ പണി കൊടുത്തത്. ബ്ലാക്ക് മെയിലിങ്. സ്വന്തം മക്കളെ അമ്മമാർ ബ്ലാക്ക് മെയിൽ ചെയ്യൂ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അമ്മ എന്ന് പറയാൻ ഉള്ള ഒരു യോഗ്യതയൊന്നും നിനക്കില്ല. നീ പിന്നെ വെറുതെ അമ്മയാണ്, ഞാൻ അമ്മയാണ്, നീ ഋതപ്പൻ്റെ അമ്മയാന്ന് പറ. അതിലെന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥയുണ്ട്. അല്ലാതെ നീ കാരണം ഋതപ്പൻ കുഞ്ഞാണ്. ഇപ്പം ഇത്രയും പ്രായം ഋതപ്പൻ ഇപ്പം ഈ പ്രായത്തിൽ അവൻ കള്ളത്തരങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളുടേതായ കള്ളത്തരങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നീ അത് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞു, എൻ്റെ മകൻ അവൻ്റെ ഭാഗത്ത് ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് അവൻ പാത്തു വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നീ സോഷ്യൽ മീഡിയ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ കാര്യം? പെറ്റ മോനായതുകൊണ്ട്. അവനെപ്പോഴും ഫുൾ സെറ്റ്, നല്ല കുട്ടി. ഇവനോ പെറ്റതല്ലോ, കണ്ടവരുടെ അല്ലേ.
അപ്പോൾ നല്ല പണി 8ൻ്റെ പണി നല്ല പങ്ങലും വിളക്ക് നമ്മൾ കൊടുത്തു. എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ല പെണ്ണുമ്പിള്ളേ. ഇപ്പോൾ വയ്യാതിരിക്കുമല്ലേ, ഈ സമയത്ത് എന്താ വേണ്ടേ? നാമം ചൊല്ലിയിരിക്കണം. നീ ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ ഇഷ്ടമുള്ള ദൈവത്തിനെ, മഹാവിഷ്ണുവിനെയാവാം, ശിവനെയാവാം, അയ്യപ്പനെയാവാം, ദേവിയാവാം, ആരെയാണോ അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് കൈകൂപ്പി ഇരിക്കാം. അതല്ല നീ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ യേശുവിനെയോ മാതാവിനെയോ ഗീവർഗീസ് പുണ്യാളോ ആരെയാണോ നിനക്ക് വിളിക്കേണ്ടത്, ആരെ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കിടക്കാം. അതുമല്ലെങ്കിൽ നീ ഒരു മുസ്ലിം മതവിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനെ വിളിക്കണം. ആരെ വിളിക്കണമെന്നുള്ളക്ക് വിളിച്ച് ദൈവത്തിനെ വിളിച്ച് കിടന്നുറങ്ങണം. ആരെ വിളിച്ചാലും ഒരാളാണ് കേൾക്കണമെന്നാണ് പറയുന്നത്. അല്ല, നമ്മുടെ വിശ്വാസം അനുസരിച്ചാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നിൻ്റെ വിശ്വാസം ദൈവത്തിനെ വിളിച്ച് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ നോക്കേണ്ടതിന് പകരം എന്ത് വന്നാലും ശരി കൂടാൻ നിൽക്കുന്നവർ രക്ഷപ്പെടാൻ പാടില്ല. ആ ഒരു ചിന്താഗതി നല്ലതാണ്, കൈയടിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.